ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും രാമനവമി ആശംസകൾ. എല്ലാവരും നാളത്തെ ദിവസം രാമനാമം ജപിച്ച് ഇരിക്കുക. ഇനി ഏകാദശിയാണ് വരാൻ പോകുന്നത്. കാമദ ഏകാദശി ഏപ്രിൽ 19 വെള്ളിയാഴ്ച. അപ്പോൾ ഏകാദശി എല്ലാവരും എടുക്കണം. വെള്ളിയാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം ഒരിക്കൽ ഉണ്ണണം. ഒരിക്കൽ ഉണ്ണുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം, വീണ്ടും വീണ്ടും പറയുന്നില്ല. ഒരു നേരം അരി ഭക്ഷണം, ബാക്കി 2 നേരവും മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കുക. അതിൽ രാവിലെ ധാന്യങ്ങൾ കഴിക്കുക, വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഉത്തമം. അതും സന്ധ്യയ്ക്ക് മുമ്പ് കഴിച്ച് തീർക്കുന്നെങ്കിൽ നല്ലത്. ഇനി അസുഖമൊക്കെ ഉള്ളവർ, ഗർഭിണികൾ, മരുന്ന് കഴിക്കുന്നവർ, പ്രായമായവരൊക്കെ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭക്ഷണക്രമം ക്രമീകരിക്കുക. എന്തു തന്നെയായാലും അരി ഭക്ഷണം ഒരു നേരം മതി. നോൺ വെജ് ഒന്നും ഉപയോഗിക്കരുത്. അതായത് 18 19 വെള്ളിയാഴ്ച ദിവസം ഏകാദശി. ഏകാദശിയും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയും സാഹചര്യവും വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് എടുക്കുക. പക്ഷേ അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുക, ധാന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പഴവർഗ്ഗങ്ങൾ കഴിക്കാം, പാല് കുടിക്കാം, ഉപവസിക്കാം, ജലം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി എടുക്കാം, പച്ചക്കറികൾ കഴിച്ചുകൊണ്ട് ഏകാദശി എടുക്കാം. ഒരു നേരം പുഴുക്ക്, പച്ചക്കറി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പുഴുക്കുണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് ഏകാദശി എടുക്കാം. നമ്മൾ ഇസ്കോൺ അങ്ങനെയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ ധാരാളം പച്ചക്കറികളൊക്കെ ചേർത്ത്, അതായത് കാച്ചിൽ, ചേമ്പ്, അങ്ങനെയൊക്കെയുള്ള വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, ഇങ്ങനെ പച്ചേത്തയ്ക്ക, ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് ഒരു പുഴുക്കുണ്ടാക്കും. ഉള്ളി, വെളുത്തുള്ളി എന്നിവയൊന്നും ചേർക്കത്തില്ല. വെറുതെ തേങ്ങ ചതച്ച് മഞ്ഞളുമൊക്കെ ചേർത്ത്, കറിവേപ്പില ചേർത്ത്, ധാരാളം എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മളൊരു പുഴുക്കുണ്ടാക്കി അക്കൂട്ടത്തിലൊരു തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കി കഴിക്കാം. പക്ഷെ അതിനകത്തും ഉള്ളി ചേർക്കാൻ പാടില്ല. ഈ ഉള്ളി ചേർക്കാൻ പാടില്ല, വെളുത്തുള്ളിയും ഉള്ളിയും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം, വെളുത്തുള്ളിയും ഉള്ളിയും പച്ചക്കറികൾ തന്നെയാണ്, പക്ഷെ അതിനൊരു രജസ സ്വഭാവമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ആ രജസ സ്വഭാവം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അന്നേ ദിവസം കഴിക്കാതിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു നിറയെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂട്ടാനൊക്കെ വെക്കുകയാണെങ്കിൽ ആ കൂട്ടാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ രുചി തോന്നിക്കും. എന്നാൽ ഉള്ളി ഇല്ലാണ്ട് ഒരു ചമ്മന്തി അരച്ചാൽ ആ ചമ്മന്തിക്ക് ഉള്ളി ചേർത്ത് കഴിക്കുന്നവരാണെങ്കിൽ ആ ചമ്മന്തിക്ക് അത്രയും ഒരു രുചി അവർക്ക് തോന്നില്ല. അപ്പോൾ ആ രുചികൾ പോലും കുറച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ് ഇത്, ഉള്ളിയും വെളുത്തുള്ളിയും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാം, ഉപവസിക്കാം, എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ആരോഗ്യക്രമം കൂടി നോക്കുക. അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. പ്രാർത്ഥനയാണ് മുഖ്യം. 19 വെള്ളിയാഴ്ച ദിവസം ഏകാദശി. 20 നമ്മൾ പാരണ വീടേണ്ടത്. പാരണ വീടേണ്ടുന്ന സമയവും എല്ലാ സ്ഥലങ്ങളിലെയും ഞാൻ പറയാം. ഇനി എന്താണ് കാമദ ഏകാദശി? അതായത് പണ്ട് പുണ്ഡരീക രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ഒരു ശാപം നിമിത്തം മനുഷ്യനിൽ നിന്നും അസുരനായി മാറി. അതായത് ആസുര സ്വഭാവത്തിലുള്ള ഒരു രാജാവായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വലിയ വിഷമം തോന്നുകയും ഭാര്യ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി തിഥിയായ കാമദ ഏകാദശി എടുത്ത് പ്രാർത്ഥിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ ആ ആസുര സ്വഭാവം മാറി നല്ലൊരു മനുഷ്യനായി മാറിയെന്നുമാണ് പറയുന്നത്. അതായത് ഈ ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ കൂടിയിരിക്കുന്ന നമ്മുടെ ആസുര സ്വഭാവങ്ങൾ, ആ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ മാറി നമ്മളൊരു നല്ല മനുഷ്യനായി മാറും. അപ്പം ആർക്കെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ ആരുടെയെങ്കിലും ഒരു എന്തെങ്കിലും, ഇപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏകാദശി വ്രതം എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ, ഈ സ്വഭാവം ഒന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് മാറുമ്പം തന്നെ എന്തുണ്ടാകും? നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവം മാറി അവർ നല്ലതായി മാറുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ
നമ്മുടെ പൊതുവായ ഒരു സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെയാണ് ഈ ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായും എടുക്കണം. എല്ലാ വീടുകളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി ഈ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ മനസ്സിൽ അറിയാതെ പോലും ഉണ്ടാകുന്ന കുശുമ്പ്, അസൂയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഈ ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കെടുക്കാം. നമ്മുടെ മനസ്സിലേക്ക് ഇനി ഒരിക്കലും അങ്ങനെ ഉള്ള ഇതുപോലത്തെ കാര്യങ്ങളൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി നമുക്കെടുക്കാം. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഭഗവാൻ അതെല്ലാം നമുക്ക് മാറ്റിത്തരും. അതാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി തിഥിയായ കാമത ഏകാദശിയുടെ പ്രത്യേകതകൾ. ഇനി പാരണാ സമയവും കൂടി ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അതായത് 20-ാം തീയതിയാണ് നമ്മൾ പാരണ വീടേണ്ടത്. കേരളത്തിൽ 20-ാം തീയതി രാവിലെ 6:11 മുതൽ 10:18 വരെയാണ്. ഡൽഹിയിൽ 20-ാം തീയതി രാവിലെ 5:50 മുതൽ 10:10 വരെയാണ്. തമിഴ്നാട് 5:53 മുതൽ 10:03 വരെയാണ്. ബാംഗ്ലൂർ 6:04 മുതൽ 10:14. തെലുങ്കാന 5:57 മുതൽ 10:09 വരെ. മധ്യപ്രദേശ് 5:55 മുതൽ 10:11 വരെ. ഗുജറാത്ത് 6:24 മുതൽ 10:40 വരെ. മഹാരാഷ്ട്ര 6:17 മുതൽ 10:30 വരെ. മഹാരാഷ്ട്ര 6:17 മുതൽ 10:30 വരെ. ദോഹ ഖത്തർ 5:07 മുതൽ 9:24 വരെ. ദോഹ ഖത്തർ 20-ാം തീയതി രാവിലെ 5:07 മുതൽ 9:24 വരെ. കുവൈറ്റ് 5:16 മുതൽ 9:37 വരെ. അബുദാബി 5:56 മുതൽ 10:13 വരെ. ദുബായ് 5:52 മുതൽ 10:10 വരെ. സൗദി അറേബ്യ 5:26 മുതൽ 9:44 വരെ. ബഹ്റിൻ 5:09 മുതൽ 9:28 വരെ. ഒമാൻ 5:41 മുതൽ 9:57 വരെ. ഷാർജ 5:51 മുതൽ 10:09 വരെ. ഓസ്ട്രേലിയ 7:13 മുതൽ 10:12 വരെ. UK 5:53 മുതൽ 10:38 വരെ. USA 6:24 മുതൽ 10:53 വരെ. സാംബിയ 6:15 മുതൽ 10:09 വരെ. മാലിദ്വീപ്സ് 5:58 മുതൽ 10:03 വരെ. ഇത്രയാണ് 20-ാം തീയതിയിലെ പാരണാ സമയം. ഇനി സിംഗപ്പൂരിലെ കാര്യം. സിംഗപ്പൂരിൽ വൈഷ്ണവ ഏകാദശി, വൈഷ്ണവ വിധി പ്രകാരം നമ്മൾ ഏകാദശി എടുക്കുന്നത് 20-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ 20-ാം തീയതിയാണ് നിങ്ങൾ ഏകാദശി എടുക്കുന്നതെങ്കിൽ, സിംഗപ്പൂരിലുള്ള ആളുകൾ 20-ാം തീയതിയാണ് ഏകാദശി എടുക്കുന്നതെങ്കിൽ 21-ാം തീയതിയിലെ പാരണാ സമയം 6:59 മുതൽ 11:02 വരെയാണ്. 2 ദിവസവും ഏകാദശി എടുക്കാം. മഹാദ്വാദശിയും ഏകാദശിയും കൂടി വരുന്ന ആ ദിവസം, അതായത് ഇസ്കോൺ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള ഏകാദശി 20-ാം തീയതിയാണ്. ഇനി 19-ാം തീയതിയും ഏകാദശി തിഥിയുണ്ട്. 19-ാം തീയതി ഏകാദശി എടുക്കുവാണെങ്കിൽ, സിംഗപ്പൂരിലുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്, 19-ാം തീയതി ഏകാദശി എടുക്കുവാണെങ്കിൽ 20-ാം തീയതിയിലെ പാരണാ സമയം 6:59 മുതൽ 9:25 വരെയാണ്. 20-ാം തീയതിയിലെ പാരണാ സമയം 6:59 മുതൽ 9:25 വരെ. 21-നാണ് പാരണ ചെയ്യുന്നതെങ്കിൽ, അതായത് 20-ാം തീയതി വ്രതമെടുത്ത് 21-നാണ് ചെയ്യുന്നതെങ്കിൽ 21-ാം തീയതി രാവിലെ 6:59 മുതൽ 11:02 വരെ. അതാണ് സമയം. അപ്പോൾ എല്ലാവരും തന്നെ ഏകാദശി എടുക്കണം. അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏകാദശി എടുക്കണം. നമ്മൾ വലിയ വ്രതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലേക്കോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ വ്രതം എടുക്കാം. ഉപവസിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. ഹരേ കൃഷ്ണ.